வந்துட்டா കൂലി ട്രെയിലർ വന്നിടിച്ചിടാ. എൻ്റെ മോനെ വെറുതെ വിഷയ സാധനം. എൻ്റെ പൊന്നോ, ഇതൊരു പെട്ടക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വീണ്ടും ഭയങ്കര ഡൗട്ടുണ്ട് ഈ സാധനം LCUവിലാണോ എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. ഇത് നൈസായിട്ട് നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് LCUവിലാവണേന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. ഇല്ലയെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് വിശ്വാസം പോരാ. എന്തായാലും എനിക്ക് ഈ ട്രെയിലർ എനിക്ക് പെരുത്ത് ഇഷ്ടമായി. വെറുതെ പെട്ട സാധനം. ആരാണ് ഇതൊക്കെ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ സാധനം വെറുതെ എൻ്റെ മോനെ അതിൽ പല അർത്ഥങ്ങളുണ്ടെന്നുണ്ട്. നെഗറ്റീവായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ഇതും പിടിയും കിട്ടണില്ല. എനിക്ക് കുറേ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സംഭവർക്ക് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ്. അപ്പോൾ എന്തോ ഉണ്ട്, മരണമാസ വയലൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലാതെ അത് കിട്ടേണ്ട ആവശ്യമില്ല. എന്തോ ഉണ്ട്, അല്ലെങ്കിൽ പൂര തെറിവിളിങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ട്. അല്ലാതെ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് എനിക്ക് തോന്നണില്ല. അതുപോലെ തന്നെ അനിരുദ്ധ് പിടയ്ക്കുന്നു, ഗിരീഷ് ഗംഗാധരൻ പിടയ്ക്കുന്നു, ലോക്കി പിടയ്ക്കുന്നു, ബാക്കിയുള്ള നടന്മാർ കിടന്ന് പിടയ്ക്കുന്നു. എൻ്റെ മോനെ വെറുതെ പൊളിയായിട്ടുണ്ട്. എൻ്റെ മനസ്സ് പറയണേണ് ഇവർ രണ്ടുപേരും കൂടാതെ നമ്മുടെ ഉപ്പിയണ്ണൻ ഉപേന്ദ്രയും സത്യരാജും അതുപോലെ നാഗാർജുനും എല്ലാവരും പിടക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ പിടപെടക്കാൻ പോണത് സൗബിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗബിക്ക മോണിക്ക വരെ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഈ സിനിമ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ കാണാൻ പോകുന്നത് സൗബിൻ്റെ വിളയാട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. ഇതിനകത്ത് കുറച്ച് സാധനം ഉണ്ട്. എൻ്റെ മോനെ മറ്റേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പോലീസ് ആ പറവ സൗബിൻ തന്നെ ഡയറക്റ്റ് ചെയ്ത പറവയിലുള്ള ആ വില്ലൻ ക്യാരക്ടറിൻ്റെ ഒരു സ്മെല്ലടിക്കുന്നുണ്ട് ഇതിനകത്ത്. ആ ലെവലൊരു സൈക്കോ ഒരു പരിപാടിയാണ് ചെയ്തു വെച്ചേക്കണമെന്ന് തോന്നുന്നുണ്ട്. കണ്ണിലുള്ള ഒരു തീവ്രതയും ആ ഒരു മെനക്കെട്ട ചിരിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്നത്. മറ്റേ കണ്ണും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. ബാസിയും സൗബിനും കൂടി അത് വേറെ ലെവലിൽ ചെയ്തു വെച്ചതാണ്. എന്താ വൈബ് ഇതിലിർക്ക്. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ട്രെയിലർ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായിട്ടുണ്ട്. എന്തൊക്കെയോ വലുത് വരാൻ കിടക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഏറ്റവും ഞാൻ ഈ സിനിമയിൽ ഉറ്റുനോക്കാൻ പോകുന്നത് ലോകേഷ് കനകരാജ് എന്നുള്ള ഡയറക്ടർ നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്ങനെ ആയിരിക്കും ഒരു ഫാൻ ബോയ് ഇദ്ദേഹത്തെ ചെയ്തു വെക്കുന്നത്. ലോക്കി എന്നെ പോരെ, അതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്കിത് നല്ല രീതിയിൽ നല്ല വൈബാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. അതിൽ വേറെ ഡൗട്ടൊന്നുമില്ല, ഒരു ഡൗട്ടും വേണ്ട. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ്. ഇതേ ദിവസം തന്നെ കൊണ്ടുപോയിട്ട് വാർ 2 വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഹൃത്തിക് റോഷൻ ഫാനാണ്. പക്ഷെ എന്നാലും ഉണ്ടല്ല, എനിക്ക് ഇമ്മാതിരി തീരെ ഇഷ്ടപ്പെടാഞ്ഞൊരു ട്രെയിലറും ടീസറും വേറെ ഉണ്ടാവില്ല ഹൃത്തിക്കിൻ്റെ. എനിക്ക് ഒരു ഹൈപ്പും തോന്നാത്ത ഒരു പടം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഈ സിനിമയുടെ വാർ 2യുടെ ട്രെയിലർ കാണാനും. അത് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പക്ഷേ എൻ്റെ പൊന്നളിയാ ട്രെയിലറും ടീസറും കണ്ടേ പിന്നെ ഉണ്ടല്ലോ എൻ്റെ എല്ലാം പോയി എന്നുള്ളതാണ്. എന്തായാലും ആദ്യമായിട്ടായിരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ഹൃത്തിക് റോഷൻ്റെ ഒരു പടം ഞാൻ മാറ്റി നിർത്തി വേറെ പടത്തിന് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകാൻ പോകുന്നത്. അത് അൺഡൗട്ടഡ്ലി ഈ പടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എടാ ഇത് കാണുമ്പോൾ എനിക്കുണ്ടല്ലോ ക്ഷമയില്ല. എനിക്ക് വയ്യ അടുത്ത ഷോയ്ക്ക് വെയിറ്റ് ചെയ്യാൻ. രാവിലെ എത്രയും പെട്ടെന്ന് ദുനിയാവിൽ എവിടെയാണ് നേരത്തെ ഷോ ഉള്ളത് അവിടെ പോയി കാണാമെന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കണം. ഇപ്പോൾ എനിക്കിത് അറിയണം. എനിക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് LCUവിലാണോ അല്ലയോ. അത് മാത്രമല്ല എന്താണ് ലോക്കി ഫണ്ണി വെച്ചിരിക്കണമെന്ന് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഇവിടെ പെട ട്രെയിലർ കിടിലൻ. ഇതിൻ്റെ ഹൈപ്പ് ഇസ് അപ്പ് ദ റൂഫ്. ഇതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയ ദിവസം തൊട്ട് ഇന്ന് വരെ ഇത് മറ്റേ തക്ക എന്ന് പറഞ്ഞ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഐ ആം സൂപ്പർ ഹൈപ്ഡ്. ഈ മനുഷ്യനെ എങ്ങനെയാണ് ലോക്കി യൂട്ടിലൈസ് ചെയ്യുന്നതെന്നും കൂടെ എനിക്കറിയണം. ഫസ്റ്റ് ടൈം ഇൻ തമിഴ് സിനിമ. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ കണ്ടോളും ആരാണെന്ന് മനസ്സിലാത്തവൻ മനസ്സിലാക്കണ്ട. സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിനകത്ത് നാഗാർജുനെ കണ്ടിട്ടും കൊള്ളപ്പെടാറുണ്ട്. സൗബിക്ക വെറുതെ സീനാണ്. സൗബിക്ക ഇതിനകത്ത് ഇതൊരു സീൻ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എവിടെയൊക്കെയോ എനിക്ക് റോളക്സ് വൈബ് അടിച്ചത്. മറ്റേ വെട്ടിയിട്ട് നിൽക്കുമ്പോൾ നിൽക്കണ പോലത്തെ ഒരു നിപ്പും
എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ടാവട്ടെ, ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് അല്ല. ഇപ്പോൾ LCU അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, എനിക്ക് സിനിമ നന്നായാൽ മതി എന്നുള്ളതാണ്. ഇത്രയ്ക്ക് ഒരു സിനിമ നന്നാവണം, ഇത് വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് തരണമെന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു സിനിമ ഈ കൊല്ലം വേറെ ഉണ്ടാവില്ല, ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും വരട്ടെ സാധനം വരട്ടെ. ഇതൊരു ഒരു 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 വലിയ വെടിമരുന്നിനുള്ള സാധനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നല്ല രീതിയിലുള്ളൊരു ഓപ്പൺഹൈമർ ആവട്ടെ, പൊട്ടി തെറിച്ച് എല്ലായിടത്തും പടർന്ന് വട്ടിച്ച് വെറുതെ വേറെ ലെവലാവട്ടെ. അല്ലാതെ മറ്റേ ധ്യാന ഓപ്പൺഹൈമർ അല്ല, മര്യാദക്കുള്ള ഓപ്പൺഹൈമർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോനെ എഡിറ്റർ ഫിലോമിൻ രാജ്, മ്യൂസിക്, ഐ ആം സൂപ്പർ ഹൈപ്ഡ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനം. എനിക്ക് ഡേറ്റ് ഒന്നും മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇത് കണ്ണെടുത്തിട്ടുണ്ടായിരുന്നില്ല. August 14. അയ്യോ, ഇത് കാണാനില്ല. ഐമാക്സിൻ്റെ പോസ്റ്റർ ഇവിടെ. ഇത് ഐമാക്സിൽ ഇല്ല പടം. ഇന്നത്തെ ഐമാക്സ് ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒന്നും കാണിക്കണമല്ല. അത് മാത്രമല്ല, ഇത് പല ഭാഷകളിൽ ഇറക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല ഇനിയിപ്പോൾ. കാരണം വേറെ ഭാഷയൊന്നും കാണാനില്ല. ഏത് ഭാഷ? ഉണ്ട്, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ. പക്ഷേ ഐമാക്സിലുണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏഷ്യൻ സിനിമാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്യൂബിലുണ്ടാവുമെന്ന് അർത്ഥം. ആ ക്യൂബിൽ ഞാൻ കേട്ടായിരുന്നു എപ്പിക്കിൻ്റെ സ്ക്രീനുകളിൽ ഇത് ഫുൾ സ്ക്രീൻ ആണ് വരാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എനിവേസ് കാലക്കൺ ട്രെയിലർ നിങ്ങൾ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം, കണ്ടു നോക്കുക, അഭിപ്രായം പറയാം. എന്തോ നിങ്ങളെ പറയാം. നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരരുത് കേട്ടോ, വെറുതെ അൺനെസസറി നെഗറ്റീവ് കൊണ്ട് വരരുത്. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല. ഈ ആഴ്ച ഇറങ്ങിയ സിനിമയുടെ അഭിപ്രായം എവിടെയെന്ന് കുറേ പേര് എടുത്ത് ചോദിക്കുന്നുണ്ട്. സംഭവം ഞാൻ ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ 6 ദിവസമായിട്ട് ഹൈദരാബാദായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സിനിമകൾ ഞാൻ അവിടെ ചെന്നാണ് കണ്ടത്. അതിൻ്റെ അഭിപ്രായമൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഇട്ടേക്കാം. അപ്പോൾ ഞാൻ സിനിമകൾ കണ്ടിട്ടുണ്ട്, കാണാൻ ബാക്കിയുള്ള കുറച്ച് സിനിമകൾ ഞാൻ വരും ദിവസങ്ങളിൽ കണ്ട അഭിപ്രായം ഇട്ടേക്കാം. സോറി, കാരണം എനിക്ക് ട്രാവലിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് സിനിമകൾ കറക്റ്റായിട്ട് കണ്ട് അഭിപ്രായം ഇടാൻ പറ്റാഞ്ഞത്. എന്തായാലും 2 ആഴ്ചയായിട്ട് ഞാൻ ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. ഞാൻ പൂനെ പോയി, അഹമ്മദാബാദ് പോയി, അതിനുശേഷം ഹൈദരാബാദ് പോയി, എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇന്ന് വന്ന് ഇറങ്ങിയതുള്ളൂ, അപ്പോഴാണ് ഈ സാധനം ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് കുറച്ച് സാവകാശം തരിക, ഞാൻ അഭിപ്രായങ്ങളൊക്കെ ഇട്ടേക്കാം. ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പ്രമുഖ കുറേ തിയേറ്ററുകളിൽ ഞാൻ പോയി സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന 2 മാസത്തോളം ഒരുപാട് തിയേറ്ററുകളുടെ വീഡിയോ എനിക്ക് ഇടാനുണ്ടാവും. അപ്പോൾ അതും കൂടെ ഞാൻ ഈ സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതൊന്നും എടുത്ത് കാണാൻ മറക്കണ്ട. വൻകിട തിയേറ്ററുകളാണ് ഇതെല്ലാം. ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് തിയേറ്റേഴ്സിൽ ഇടം കൊടുക്കാൻ പറ്റുന്ന തിയേറ്ററുകളാണ്, ഇൻക്ലൂഡിങ് ഐമാക്സ്, ഡോൾബി സിനിമ, അങ്ങനെ വൻകിട PLF ഒക്കെ ഉണ്ട്. എല്ലാത്തിനെയും വീഡിയോസ് വരുന്നതായിരിക്കും, കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും, തേപ്പ് കിട്ടിയില്ലെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് വന്ന് കാണേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.